വൈറലായിട്ടുള്ള നാൽപ്പാമരാതി തൈലം എവിടെ വാങ്ങാൻ കിട്ടുന്ന വെച്ചാൽ ആമസോണിലും കിട്ടും, അതുപോലെ തന്നെ കോട്ടക്കലിന്റെ ആയുർവേദ ഷോപ്പിലും കിട്ടുന്നുണ്ടോ. അപ്പൊ അതുപോലെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് 20 to 30 മിനിറ്റ്സ് ഫേസിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് വാഷ് ചെയ്ത് കളയാൻ പോകണമെന്ന് വെച്ചാൽ ചെറുപയർ മാത്രം യൂസ് ചെയ്യരുത്, കാരണം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തലേ ദിവസം കുതിർക്കാൻ വെച്ച ചെറുപയറും വെന്തയും അതിലേക്ക് കുറച്ച്. ജെൻസിയുടെ ഇടയിൽ വൈറലായിട്ടുള്ള ഈ നാൽപ്പാമരാതി തൈലം ഇത് എങ്ങനെ സ്കിൻ ഗ്ലോ തരുന്നു എന്ന് അറിയണമെന്നുണ്ടോ? ആയുർവേദം വരുന്ന സ്കിന്നിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത്. ഈ നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ഉപയോഗിച്ച് വരുന്ന ഒരു തൈലാണ്. ഈ നാൽപ്പാമരം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 4 ആൽമരത്തിന്റെ തോല്, പിന്നെ നെല്ലിക്ക, മഞ്ഞൾ, മഞ്ചിഷ്ടം എന്നിവയൊക്കെയാണ്. ഈ പറഞ്ഞ സാധനമൊക്കെ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഈ ആന്റി ഓക്സിഡന്റ് സെല്ലിന് ഇലക്ട്രോൺ തന്ന് ഫ്രീ റാഡിക്കൽ തരും. ഈ ഫ്രീ റാഡിക്കൽ സ്കിൻ ഡാമേജ് ഇല്ലാതാക്കും, മെലാനിൻ പ്രൊഡക്ഷൻ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്വന്തം നെല്ലിക്കയിലുള്ള വിറ്റാമിൻ ഡി അത് കൊളാജൻ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യും. ബേസ് ഓയിലായിട്ട് എടുക്കുന്നത് നമ്മളെ എള്ളെണ്ണയാണ്. എള്ളെണ്ണ നമ്മളെ സ്കിൻ ബാരിയറിനെ ഹെൽപ്പ് ചെയ്യും. പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് സ്കിന്നിന്റെ ഗ്ലോ കിട്ടുന്നതും സ്കിന്ന് തിളങ്ങി നിൽക്കുന്നതും. പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാ സ്കിൻ ടൈപ്പുകാരൊന്നും ഉപയോഗിച്ചേക്കല്ലേ, ഉപയോഗിച്ചിട്ട് പിന്നെ എന്നെ പറയാൻ പാടില്ല. പക്ഷേ ഇത് ബെസ്റ്റാണ്. ആർക്കാണെന്നറിയോ? ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇത് ഗുഡാണ്. ആർക്കാണെന്നറിയോ? ഇത് നോർമൽ സ്കിന്നുള്ള ആൾക്കാർക്കും കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്കും ഇത് ഗുഡും ആണ്. ഓയിലി ആയിട്ടുള്ള സ്കിന്ന്, ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്ന്, ഈ പറയുന്ന ആൾക്കാർ ഇത് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പുതുപുത്തൻ ഡ്രസ്സ് ഇട്ടിട്ട് ഇത് മുഖത്ത് തേക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. മഞ്ഞളിന്റെ സ്ട്രെയിന് നമ്മളെ ഡ്രസ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ മുഖം വെട്ടി തിളക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ എണ്ണ എടുത്ത് മുഖത്ത് തേക്കാൻ നിൽക്കണ്ട. സ്കിന്നായാലും കോമ്പിനേഷൻ സ്കിൻ ആയി കഴിഞ്ഞാലും ആർക്കായാലും മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ് ഇതിന്റെ. മഞ്ഞൾ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ പുരട്ടിയിട്ട് ജോലിക്ക് പോകുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. വൈകുന്നേരം ആയിരിക്കും പുരട്ടാൻ നല്ലത്. പുരട്ടിയതിനു ശേഷം നാച്ചുറൽ ആയിട്ടുള്ള ക്ലെൻസർ ഉപയോഗിച്ചിട്ട് മുഖം ക്ലീൻ ചെയ്യുക. കെമിക്കലൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് പുരട്ടി നാളെ തിളങ്ങുമെന്ന് വിചാരിക്കണ്ട. കുറച്ചു കാലം കണ്ടിന്യൂസ് ആയിട്ട് പുരട്ടുക തന്നെ വേണം. കണ്ടിന്യൂസ് ആയിട്ട് പുരട്ടണം. അതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ട് ആഹാരം കഴിക്കണം, കൃത്യമായിട്ട് വ്യായാമം കഴിക്കണം, കൃത്യമായിട്ട് ഉറങ്ങണം, കൃത്യമായിട്ട് സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യണം. അതിൻ്റെ കൂടെ ഇത് പുരട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മുഖം തിളങ്ങി വരും. സിമ്പിൾ ആയിട്ടുള്ള ആയുർവേദിക് സ്കിൻ കെയർ വേണമെന്നുണ്ടെങ്കിൽ താഴെ സ്കിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനൊരു PDF നിങ്ങൾക്ക് അയച്ചുതരാം.